ഒരുപാട് വിഷയം ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കാണ്. സുബ്ഹാനല്ലാഹ്. മൂപ്പര് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്നോട് ചോദിച്ചു മിൻ ഈമാനിഹിം മിൻ ഈമാനിഹിം, ഇതിനെങ്ങനെ അർത്ഥം പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം. ഞാൻ ശരിക്കും അർത്ഥം പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഇപ്രാവശ്യം മൂപ്പര് വന്നിട്ട് പറയാണ് അല്ല അതിനെങ്ങനെയാ പറയാൻ ഇപ്പൊ വന്നിട്ട് എന്നോട് ചോദിക്കുക അതിനെന്താ അർത്ഥം പറയാൻ? മൗലവി അറിയില്ലെങ്കിൽ നേരിട്ട് വന്ന് പഠിച്ചൂടെ? എന്നെ സ്റ്റേജ് കയറിയിട്ട് പഠിക്കണോ? അങ്ങനെ ആരും പഠിക്കണ്ടോ? എന്റെ മൂപ്പർ എന്നോട് പറയാം അവസാനത്തേക്ക് വെച്ചാ ഞാൻ എന്താ വിചാരിച്ചത്? ഈ ഇബാറത്ത് അവസാനത്തേക്ക് വെച്ചാ നിങ്ങൾക്ക് അങ്ങനെ അവസാനാക്കിയാ പറ്റുമോ? അത് വെച്ചുകൊടുത്താ മുസ്ലിയാർ ഇവിടെ പറഞ്ഞില്ലേ സഹാദാ ഈമാനുഹും വദാലിക ഈമാനുഹും, അതാ അവരുടെ ഈമാന്. നാം മുസ്ലിയാരിന് അടുത്ത പ്രസംഗത്തിലൊന്ന് അർത്ഥം വെച്ചോ. ഞാൻ മറ്റൊരു റിവായത്ത് കേൾപ്പിക്കട്ടെ. അനിബ്നു അബ്ബാസ് അന്നഹും യുഖിറൂന അന്നല്ലാഹ ഖാലിഖുഹും ഫദാലിക ഈമാനുഹും. അപ്പൊ മുസ്ലിയാർ വന്നിട്ട് വേഗം പറയും എന്തറിയോ? അത് അന്നഹും യുഖിറൂന, അവര് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വെറുതെ അങ്ങനെ പറയാണ്. എന്ത്? അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരുടെ സൃഷ്ടാവെന്ന്. എന്നിട്ട് മൂപ്പര് പറയും ആ പഴയ വർത്താനം തന്നെ, ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ ഈമാന്. പറഞ്ഞ ഈമാനല്ല എന്ന് പറയും. എന്നാൽ പറയാൻ വരട്ടെ, ബാക്കി കൂടി കേട്ടോളൂ മുസ്ലിയാരെ, ബാക്കി കേട്ടോളൂ. വഹും യഅ്ബുദൂന ഗൈറഹു, അവരെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും ഫദാലിക ശിർക്കുഹും. എന്താ അർത്ഥം വെക്ക? എന്താ അർത്ഥം വെക്കാൻ എന്നോട് ഇതിനെ പഠിക്കാണ്ടിക്ക് പോകുന്നതിനെ? കഴിഞ്ഞ പ്രാവശ്യം മിൻ ഈമാനിഹിം എന്താ അർത്ഥം വെക്കാൻ വെച്ച് ഞാൻ അർത്ഥം വെച്ചു കൊടുത്ത്. ഇപ്രാവശ്യം അതിനൊന്നും പ്രശ്നമില്ല, ഒപ്പര് പഠിച്ചു. എന്നിട്ട് എന്നോട് വരെ പഠിച്ചോ പേരോടെ എന്താണ് എന്താ അർത്ഥം വെക്കാണ്? എന്താ അർത്ഥം വെക്കാണ്? കേട്ടോ, പഠിച്ചു വേണമെങ്കിൽ ഒന്നങ്ങനെ എന്റെ വഴി കിടക്കട്ടെ ഒന്നുകൂടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് അന്നഹും യുഖിറൂന വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന്. മാ യുഅ്മിനു എന്നാണല്ലോ ഖുർആനിലെ വാചകം. അപ്പൊ വാസ്തവത്തിൽ ഈ അബൂജഹലിനും കക്ഷികൾക്കും ഈമാൻ ഉണ്ടാവൂല എന്ന് ഉറപ്പല്ലേ? അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? വിശ്വാസമെന്നല്ല, അന്നഹും യുഖിറൂന, അവര് സമ്മതിക്കുന്നു എന്നാണ് അവിടുത്തെ ഈമാനിന്റെ അർത്ഥം. ഉത്തരം മുട്ടുമ്പോ സമ്മതിക്കുന്ന കക്ഷികളാണല്ലോ. അപ്പൊ അവിടുത്തെ അർത്ഥം സാധാരണ നമ്മൾ പറയുന്ന വിശ്വാസം എന്ന അർത്ഥത്തിലുള്ള ഈമാനല്ല. അവര് സമ്മതിക്കുന്നു. അന്നല്ലാഹ ഖാലിഖുഹും, യൂമിനു എന്നുള്ളതിന്റെ തഫ്സീറാണിത്. യൂമിനുവിന്റെ തഫ്സീർ യുഖിറൂന എന്നാണ്. വിശ്വസിക്കുന്നു എന്നല്ല, ഈമാൻ ഉണ്ടായിരുന്നു എന്നല്ല, സമ്മതിക്കുന്നവരായിരുന്നു എന്നാണ് ആ വാക്കിന്റെ തഫ്സീർ, വ്യാഖ്യാനം. എന്നിട്ട് അന്നല്ലാഹ ഖാലിഖുഹും, അള്ളയാണ് അവരെ പടച്ചതെന്ന് സമ്മതിക്കുന്നവരായിരുന്നു. ഫദാലിക ഈമാനുഹും, അതാ അവരെ ഈമാന്. ശരിയായ ഈമാനല്ല. വഹും യഅ്ബുദൂന ഗൈറഹു, ഏത് നിലക്ക് അവരതാ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഫദാലിക ശിർക്കുഹും തന്നെ എന്താവുകയാണ് മൗലവിന്റെ ബേജാറ്? ഫദാലിക ശിർക്കും, അപ്പൊ അതാ അവരെ ശിർക്ക് എന്നാർത്തോ മൗലവിന്റെ ബേജാറ്. നാ മൗലവി പഠിച്ചോ, അവിടെ അർത്ഥം ഫദാലിക ശിർക്കുഹും, അതവരുടെ ശിർക്കാണ്. അത് ഇപ്പറുള്ളവ തന്നെ അപ്പുറവും വേണ്ടേ? വേണ്ട. അതിന്റെ അത് അപ്പുറം ഇപ്പുറവും ഖുർആനും ഹദീസും നോക്കിയിട്ടാണ് ഓരോന്നിനും തഫ്സീർ പറയേണ്ടത്. പഠിച്ചോ, വേണമെങ്കിൽ 3-4 ആയത്തതിന് പഠിച്ചോ, പിടിച്ചോ, എന്നിട്ട് കൊണ്ടുപോയിട്ട് വലിയ വലിയ മൗലവിമാരോട് പറ, നിങ്ങൾ എഴുതി തന്നോ കൊണ്ട് ഞാൻ നാദാവരത്ത് പോയപ്പോ സംഗതി വഷളായി എന്ന് പറഞ്ഞേ. സംഗതി വഷളായിന്ന് പറഞ്ഞേ, കേട്ട് പഠിച്ചോ. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. അർത്ഥം പറ മൗലവി. ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ, മുഅ്മിനാകാൻ അല്ലാഹു കൽപ്പിക്കാണേ. വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവൻ കാഫിറാകട്ടെ. അല്ലാഹു കൽപ്പിക്കാണോ കാഫിറാൻ വേണ്ടി? അല്ലാഹു പറഞ്ഞു നിങ്ങളൊക്കെ കാഫിറായിക്കോളീനാ. അപ്പൊ എന്താ അർത്ഥം? മൻ ശാഅ ഫൽയുമിൻ, ഉദ്ദേശിക്കുന്നവൻ മുഅ്മിനാകട്ടെ. മുഅ്മിനാകാനുള്ള കൽപ്പനയാണ്. അത് ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി പറഞ്ഞതാണ്. വമൻ ശാഅ ഫൽയക്ഫുർ, ഉദ്ദേശിക്കുന്നവൻ അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കരുത് എന്നാണ്.
അവിശ്വസിക്കരുത് എന്നാണ്. അപ്പൊ നേരത്തെ ഫല്യുമിൻ എന്ന് പറയുമ്പോ വിശ്വസിക്കട്ടെ എന്നാണ്, ഫല്യഖ്ഫുർ എന്ന് പറയുമ്പോ അവിശ്വസിക്കരുത് എന്നാണ്. പക്ഷേ ഭാഷാർത്ഥത്തിൽ ഫല്യഖ്ഫുർ അവിശ്വസിക്കട്ടെ എന്നാണ്. പക്ഷേ ഉദ്ദേശം അതല്ല, ഉദ്ദേശം അവിശ്വസിക്കരുത് എന്നാണ്. അല്ല മൗലവി ഉദ്ദേശിക്കുന്നോ കാഫറായിക്കോട്ടെ എന്നുള്ള കൽപ്പിച്ചതാണെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങളെ മൗലവിമാർക്ക് ധൈര്യമുണ്ടോ? ഇനിയും കേട്ടോ മൗലവിമാരെ, അതാ മറ്റൊരായത്ത് കേട്ടോ, ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബീ. എന്താണ് അവിടെ അർത്ഥം? ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബീ, വല്യുമിനൂ ബീ, അവരെന്നെ കൊണ്ട് വിശ്വസിക്കട്ടെ. വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. എന്നാ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ വിശ്വസിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയാണെങ്കിൽ അവിടെ ലിയുമിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കട്ടെ, വിശ്വസിക്കാൻ കൽപ്പനയാണ്. ഞാൻ വേറൊരായത്ത് ഓതുന്നു, ശരിക്ക് കേട്ടുപിടിച്ചോ. എന്താ ആയത്ത്? ലിയക്ഫുറൂ ബിമാ ആതൈനാഹും, നമ്മൾ കൊടുത്തത് കൊണ്ട് അവർ അവിശ്വസിക്കട്ടെ. അവിടെ കൽപ്പനയാണോ? ഉരീദ ബിഹി തഹ്ദീദു, അത് ഭീഷണിയാണ്. ഇനി ഒന്ന് പോയിട്ട് വാ എന്നറിയില്ല, നമ്മൾ പോയിട്ട് വരണോന്നില്ല, എത്തോ പോയി വന്നാ കാണിച്ചു തരാൻ എന്റെ വേണം. അതുപോലെ നിന്നെ പോകാൻ പാടില്ല, ഇനി ഒന്ന് പോയിട്ട് വാ എന്നറിയാ, പോയിട്ട് വന്നാ കാണിച്ചു തരാൻ വിടൂലല്ലേ അതിന്റെ അർത്ഥം. ഇതുപോലെ അവർക്ക് കൊടുത്തത് കൊണ്ട് അവരൊന്ന് നന്ദി കേട് കാണിക്കട്ടെ, അവരൊന്ന് അവിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിശ്വസിച്ചോളൂ എന്നല്ല, അവിശ്വസിക്കാൻ പാടില്ല, വിശ്വസിച്ചാങ്ങളെ ബന്ധപ്പെടൂലാന്ന. ഇനിയും കേട്ടോ, നിങ്ങൾ സുഖിച്ചങ്ങ് നടന്നോളൂ, പിന്നെ തിരിയും നിങ്ങൾക്ക്. നടന്നോളൂ എന്നല്ല, നടക്കണ്ടാന്നാ, നടന്നോളൂ എന്നല്ല, സുഖിച്ച് നടക്കണ്ടാന്നാ. ഇനിയും കേട്ടോ, എന്താണ്? അവിശ്വസിക്കാൻ പാടില്ല എന്നാണ് നേരർത്ഥം. എന്താണ് നേരർത്ഥം? അവിശ്വസിക്കട്ടെ എന്നാ. അപ്പൊ എന്ന് പറയുന്ന സ്ഥലത്ത് യുമിനൂ ബി എന്ന് പറഞ്ഞാലോ വിശ്വസിക്കട്ടെ എന്നാ, വിശ്വസിക്കണ്ടെന്നല്ല. അപ്പൊ അവിടെ ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. മൻസാ ഫല്യൂമിൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം എന്നാണ്, മൻസാ ഫല്യഖ്ഫുർ എന്നല്ല അവിശ്വസിക്കരുത് എന്നാണ്, വിശ്വസിക്കണമെന്നല്ല. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായിട്ടാണ് ഓരോന്നിനും അർത്ഥം വരിക. ഇനിയും കേട്ടോ മൗലവി, ഖുർആനിലെ ആയത്ത് കേട്ട് പഠിച്ചോ. ഉഅ്ബുദൂ മാ ശിഅ്തും മിൻ ദൂനിഹി, അല്ലാഹ് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ, അല്ലാഹനെ കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ. അല്ലാഹ് പറയാൻ അതേ അല്ലാഹ് മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിച്ചോ. എന്താ മാന മൗലവി? ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതേ മാനയാണോ? ഉഅ്ബുദൂ മാ ശിഅ്തും എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോ എന്ന് പറഞ്ഞാൽ ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം, ആരാധിക്കരുത് എന്ന് അതിന്റെ അർത്ഥം. ആരാധിച്ചോ തന്നെ ആരാധിക്കണ്ടാന്നാ, ആരാധിക്കണ്ടാന്നാ. ഇവിടെ ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാലോ ആരാധിക്കണോന്നാ. അപ്പൊ വാചകത്തിന്റെ അർത്ഥം കണ്ടിട്ട് നിങ്ങൾ വിചാരിച്ച എന്താണ്? മൂപ്പര് 3 പ്രാവശ്യം പറയുന്നുണ്ട് 300 പ്രാവശ്യം പറഞ്ഞിട്ട് കാര്യമില്ല മൗലവി, കിതാബ് ഓതി പഠിക്കാതെ കേട്ടോ. ബുക്കും വായിച്ച് നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം. ഇനിയും കേട്ടോ, മുശ്രിക്കീങ്ങളെ സലാത്ത്, മുശ്രിക്കീങ്ങളെ നിസ്കാരം മുട്ടുംപാട്ടുമാണ്. അവിടുത്തെ സലാത്തിന് അങ്ങനെ അർത്ഥം. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില എന്ന് പറഞ്ഞാലോ മുട്ടുംപാട്ടുവാ. അതുപോലെ തന്നെ ഖുർആനിൽ തന്നെ സലാത്ത് എന്നുള്ള പദം വന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ അർത്ഥം അങ്ങനെ. അപ്പൊ ഓരോ സ്ഥലത്തും സാന്ദർഭികമായി ഓരോ അർത്ഥം ഉണ്ട്. ഇത് മനസ്സിലാക്കാത്തതാണ് നിങ്ങൾക്ക് ഇവിടെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. എന്താണ്? മനസ്സിലാക്കാത്തതാണ്. എന്നിട്ട് മൂപ്പരി ചോദിക്കുക എന്നോട്, മനസ്സിലായോ പേരോടെ പഠിച്ച് എന്ന് വെച്ചോട്ടെ അവനെ, ആ അഹങ്കാരത്തിന്റെ വാക്ക്. മനസ്സിലായോ? മനസ്സിലായോ പേരോടെ പഠിച്ചു, പേരോടെ പഠിച്ചോ, പിടിച്ചോ. പിന്നെ മൗലവി എന്താ അറിയോ? വമാ യൂമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന ആയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഇതിനെതിരായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. വമാ യൂമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. ഈ ആയത്ത് ഓതിയിട്ട് മൗലവി പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടോ. മൗലവി അള്ളാഹുവിന്റെ ഖുർആനിൽ തിരിമറി നടത്തുന്നു. ആ തിരിമറി ഒന്ന് കേട്ടോ നിങ്ങൾ. ആ ആയത്തിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുമിനു, മറ്റൊന്ന് മുശ്രികൂനാനും പറയുന്നുണ്ട്. യൂമിനു എന്നല്ല അല്ല പറഞ്ഞത്, അല്ല പറഞ്ഞത് വമാ യൂമിനു. മൗലവി എന്ത് ചെയ്തു? വമാ യൂമിനു എന്നുള്ള മാങ്ങട്ട് കട്ടു. പണ്ടിൽ ആകട്ട കമ്പനിയല്ലേ,
നാദാവത്ത് മുമ്പ് കട്ടതിലായാണ്, ഇപ്പം കട്ടത് ഖുർആനിൽ ആയത്തിൽ നിന്ന് മായാണ്. വമായുമിനു എന്നാ ഉള്ളത്, യൂമിനു നല്ലേ മൗലവി. പിന്നെയോ ഇല്ലാവഹും മുശ്രിക്കൂൻ എന്നാ ഉള്ളത്. അവിടെ മൗലവി പറയുന്നത് മുശ്രിക്കൂൻ എന്ന്. ഒന്നുകൂടി ചോദിച്ചാൽ ആയത്തിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന് അള്ളാഹു പറയുന്നുണ്ട് യുഅ്മിനു, മറ്റൊന്ന് മുശ്രിക്കൂനാനും പറയുന്നുണ്ട്. അപ്പൊ മൂപ്പര് വിചാരിച്ച പോലെയായി. യൂമിനു മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ വിശ്വസിക്കൂന്നല്ല അർത്ഥം. ഇവർക്ക് അതാണ് കിട്ടേണ്ടി. ഒന്ന് യൂമിനു, ഒന്ന് മുശ്രിക്കൂൻ. ഇപ്പറന്ന് കുറച്ച് അക്ഷരം കെടുത്താൽ, ഇപ്പറന്ന് കുറച്ച് അക്ഷരം കെടുത്താൽ. എനിക്ക് കേട്ടോളെ മൂപ്പര് ഇതറിയോ, ഒരേ കൂട്ടരെ പറ്റിയാ പറയുന്നത്. എന്നിട്ട് യൂമിനു എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ വമാ യൂമിനു എന്ന് പറഞ്ഞു. കേട്ടാ തോന്നും തെറ്റിപ്പോയതാണ്, മൂപ്പര് തട്ടിപ്പാണ്. എന്നിട്ട് മൂപ്പര് പറയാ അവരെ പറ്റി തന്നെയാണ് വഹും മുശ്രിക്കൂൻ എന്ന് പറഞ്ഞത്. വഹും മുശ്രിക്കൂൻ എന്നല്ല പറഞ്ഞത്, വമാ യൂമിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്നാ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്തത് മൗലവി? മൗലവി ഖുർആനിലെ ആയത്തില് അതാ അക്ഷരങ്ങളെ കൊണ്ട് തട്ടി. അത് ചോദിച്ചവനെ അപ്പൊ ഒരേ കൂട്ടരെ സംബന്ധിച്ച് തന്നെ യുഅ്മിനു വമാ യുഅ്മിനു എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അവരെ പറ്റി തന്നെ വഹും മുശ്രിക്കൂന എന്നും പറയുന്നുണ്ട്. കണ്ടോ തട്ടിപ്പ്? ഖുർആനിലെ ആയത്തോട്ടാ തട്ടിപ്പ്. സുബ്ഹാനല്ലാഹ്. എന്നാ സഹോദരന്മാരെ, മൗലവി തന്നെ പറയുന്നു ശറയിൽ അംഗീകരിച്ച ഈമാനെ കുറിച്ചാണ്, സ്വർഗത്ത് കിടക്കുന്ന ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വരുത്തി തീർക്കാണ്. ഇത് അബൂജഹലിനുണ്ട് തന്നെ ഈമാന്. ശറയിൽ അംഗീകരിച്ച ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്ത് കിടക്കുന്ന ഈമാനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ വരുത്തി തീർക്കാണ് എന്ന് മൗലവി പറയുന്നു. മൗലവി സ്വർഗത്ത് കടക്കാത്തൊരു ഈമാനും സ്വർഗത്ത് കടക്കുന്നൊരു ഈമാനും, അങ്ങനെ രണ്ട് സൈസ് ഈമാനുണ്ടോ? ഇപ്പൊ പരിശുദ്ധ ഖുർആൻ തന്നെ അക്ഷരം കട്ടിലുണ്ടാണ് മൗലവി ഇപ്പോൾ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ മനസ്സിലാക്കണം. അദ്ദേഹം ഓതിയ ആയത്തുണ്ടല്ലോ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്ന് പറയുന്ന ആയത്ത്, അതിന്റെ നേരെ മേലെ നിങ്ങൾക്ക് കാണാം വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. നബിയേ, തങ്ങൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വാസികളാകൂല നബിയേ. അപ്പൊ അവര് മുഅ്മിനീങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം അവിടെ പറയുന്നത് എന്നത് എന്റെ സഹോദരന്മാരെ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വേണം. പക്ഷേ അതൊക്കെ മൂടി വെച്ചിട്ട് മൗലവി ഖുർആനിന്റെ ആയത്ത് തന്നെ അതിൽ നിന്ന് അക്ഷരങ്ങൾ ഒഴിവാക്കി പച്ചക്കള്ളം പറഞ്ഞ് പ്രസംഗിച്ച് ജനങ്ങളെ പിഴപ്പിക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, കഴിഞ്ഞ പ്രസംഗത്തിൽ മൗലവി എന്റെ ഒരു